أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. സൂറത്തുൽ കഹ്ഫ് 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ്. ഇന്ന് മുതൽ സൂറത്തുൽ കഹ്ഫാണ് വിവരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ മധ്യഭാഗത്ത് വരുന്നൊരു സൂറത്താണ് അൽ കഹ്ഫ്. 15 ജുസ് അവസാനിക്കുന്നതും 16ാമത്തെ ജുസ് തുടങ്ങുന്നതും ഈ സൂറയിലാണ്. അൽ കഹ്ഫ് എന്നാൽ ഗുഹ എന്നാണ് അർത്ഥം. സത്യനിഷേധികളുടെ നാട്ടിൽ സത്യവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ വധഭീഷണി നേരിട്ട ഏതാനും യുവാക്കൾ ആ നാടുപേക്ഷിച്ച് വളരെ വിദൂരമായ ഒരു പ്രദേശത്തെ ഗുഹയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. ഇന്നത്തെ ജോർഡാനിലാണ് ഈ ചരിത്ര സംഭവം നടന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ജോർഡാൻ സന്ദർശിച്ചപ്പോൾ ഈ ഗുഹ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൂറത്തിലെ 9ാമത്തെ ആയത്ത് മുതൽക്ക് ഗുഹാനിവാസികളായ ആ യുവാക്കളുടെ ചരിത്രം വിവരിക്കുന്നുണ്ട്. അതുപോലെ ഈ സൂറത്തിൽ മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവിനും തമ്മിൽ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചും അതിൽ സംഭവിച്ച ചില അത്ഭുതാവഹമായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുമുണ്ട്. കൂടാതെ ദുൽഖർനൈൻ എന്ന രാജാവിനെക്കുറിച്ചും വിശദീകരിക്കുന്നു. സൂറത്തുൽ കഹ്ഫിലെ ആദ്യ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയവൻ ദജ്ജാലിൽ നിന്ന് സുരക്ഷിതനായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് അടുത്ത വെള്ളിയാഴ്ച വരെ അതൊരു വെളിച്ചമായിരിക്കുമെന്നും ശാസ്ത്രജ്ഞ പറഞ്ഞിരിക്കുന്നു. ഇന്നിവിടെ ഓതിയ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: തൻ്റെ അടിമക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചവൻ അള്ളാഹു ആണ്. ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ ഈ വേദത്തിൽ ഒരു കോട്ടവും അല്ലെങ്കിൽ ഒരു വക്രതയും വരുത്തി വച്ചിട്ടില്ല. ഇതിനെ തള്ളിക്കളയുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുവാനും ഇതിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഉത്തമമായ പ്രതിഫലമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുവാനും ഉള്ളതാണിത്. അവരാകട്ടെ ശാശ്വതമായി ആ അനുഗ്രഹത്തിൽ, അതായത് സ്വർഗത്തിൽ വസിക്കുന്നതുമാണ്. അന്ത്യപ്രവാചകനിലൂടെ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സന്മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുവാനും അവരുടെ ജീവിതം അതുവഴി സുഗമമായി മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ടിയാണ്. ഐഹികവും പാരത്രികവുമായ ജീവിത വിജയം കരസ്ഥമാക്കുവാൻ ഈ വേദഗ്രന്ഥമനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതേസമയം ഈ വേദത്തെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവർക്ക് ദുനിയാവിലും അതേപോലെ തന്നെ ആഖിറത്തിലും പരലോകത്തിലും പലവിധ ക്ലേശങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വരും. മാത്രവുമല്ല, പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അവർ പാത്രീഭൂതരായിത്തീരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മുഖവരയോടുകൂടിയാണ് സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ശേഷമുള്ള ആയത്തുകൾ വിവരിക്കുന്നുണ്ട്. വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.